ഒരു അപകട വാർത്ത വരുന്നത് എറണാകുളം നേര്യമംഗലത്ത് നിന്നാണ്. മണിയമ്പാറയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. ബസ്സിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? വളരെ വേഗം തന്നെ ഇവരെ പുറത്തെടുക്കേണ്ടതുണ്ടല്ലോ. അനുജ, തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ ബസ്സിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു 11-12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയാണ് ഈ ബസ്സിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ബസ്സാണ്, KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കൊരു പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. നീണ്ടപാറയ്ക്ക് ശേഷം മണിയമ്പാറ എത്തിയപ്പോഴേക്കും ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നതേ ഉള്ളൂ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അറിയുന്നത്. നാട്ടുകാരാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഫയർഫോഴ്സ് യൂണിറ്റും കോതമംഗലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തന നടപടികൾ പുരോഗമിക്കുകയാണ്. ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു, കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ. ബസ്സിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നത് ശരിയാണോ? ഒരു കുട്ടി, ഒരാൾ മാത്രം എന്ന തരത്തിലേക്കാണോ? ഒന്ന് സ്ഥിരീകരിക്കാമോ രാഹുൽ? അനുജ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു കുട്ടിയാണ് ഈ ബസ്സിനടിയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടിയെ പുറത്തെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സിന്റെ മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ സഹായം തേടുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ ഒരല്പം അപകടം കൂടുതലായിട്ടുള്ള കാര്യമാണ്. അത് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ആ കുട്ടീനെ എടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം. ബസ്സിലുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചോ രാഹുൽ? ബസ്സിനകത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാവരും തന്നെ പുറത്തേക്ക് നാട്ടുകാർ ഇറക്കിയിട്ടുണ്ട്. ഇതിനടിയിൽ അവർക്ക് പരിക്കുണ്ടോ? അവർക്ക് നിസ്സാര പരിക്കുകളാണുള്ളത്. വലിയ താഴ്ചയിലേക്കല്ല ഈ ബസ് മറിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരല്പം ചെറിയ ഒരു 10 അടി താഴ്ച മാത്രമേ ഉള്ളൂ ആ സ്ഥലത്തിന്. അങ്ങോട്ടേക്കാണ് ബസ് മറിഞ്ഞത്. പക്ഷെ അതിനടിയിലേക്ക് ആ കുട്ടി അകപ്പെട്ടു പോവുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക്, മറ്റാളുകൾക്ക് അത്ര ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളത് നേരിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. വലിയ താഴ്ചയിലേക്കല്ല പോയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ബസ്സിനടിയിൽ ഒരു കുട്ടി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ഏത് തരത്തിലേക്ക് ബസ് അവിടെ നിന്ന് മാറ്റി കുട്ടിയെ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ്? അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ടോ രാഹുൽ? അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സിന്റെ യൂണിറ്റും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് എത്തും. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഊന്നുകലിൽ നിന്ന് നേര്യമംഗലത്തേക്ക് ഒരല്പം ദൂരമുണ്ട്. അവിടുന്ന് പോലീസുകാർ എത്തുന്നതേ ഉള്ളൂ. അവരെത്തിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് സംവിധാനങ്ങളുടെ നടപടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ JCB ക്രെയിനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എങ്കിൽ അത് ഏർപ്പെടുത്തുക. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ അവിടെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ബസ് ഇത്രയും ദൂരം നേര്യമംഗലത്തേക്ക് ഈ വനത്തിലൂടെയുള്ള നേര്യമംഗലം വനമേഖലയിലൂടെയുള്ള യാത്ര ഇറക്കമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ചൂടായി ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം ഇങ്ങനെ അപകടം ഉണ്ടാകാൻ കാരണം, നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ഒരു സംശയം പോലെ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും അപകടം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കുട്ടിയുടെ അവസ്ഥയാണ് ഒരല്പം ഗുരുതരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ നമുക്കത് അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എത്ര പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുണ്ടാവുക, ആ പരിക്കുകളൊക്കെ എത്രത്തോളം ഗുരുതരമാണ് അല്ലെങ്കിൽ സാരമുള്ളതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലീസിന്റെ തന്നെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതാണ്. എന്തായാലും നാട്ടുകാർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ നിലവിൽ ഈ വാർത്ത പറയുന്നത്.